ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 18ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാരെ അഡ്ഹോക്ക് അടിസ്ഥാനത്തിൽ നിയമിക്കാൻ രാജ്യത്തുടനീളമുള്ള ഹൈക്കോടതികൾക്ക് അനുമതി നൽകിയത് സുപ്രീം കോടതിയാണ്. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാരെ അഡ്ഹോക്ക് അടിസ്ഥാനത്തിൽ നിയമിക്കാൻ രാജ്യത്തുടനീളമുള്ള ഹൈക്കോടതികൾക്ക് അനുമതി നൽകിയത് സുപ്രീം കോടതിയാണ്. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഗുജ് ജില്ലയിലാണ്. ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്തിലെ കച്ചിലാണ് ഗുനേരി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിനിന്റെ ഗുഡ്വിൽ അംബാസിഡർ സിനിമാ താരം മഞ്ജു വാര്യറാണ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യറാണ്. 2025 അണ്ടർ 19 വനിതാ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. 2025 നടന്ന അണ്ടർ 19 വനിതാ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ കിരീട നേട്ടമാണ്. തുടർച്ചയായ രണ്ടാമത്തെ കിരീട നേട്ടമാണ് ഇന്ത്യയുടേത്. ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയെയാണ്. ICC അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യയുടെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ കിരീടമാണ് 2025 ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ്. 2025 അണ്ടർ 19 വനിതാ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് മലേഷ്യയാണ്. 2025 അണ്ടർ 19 വനിതാ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് മലേഷ്യയാണ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഇന്ത്യയുടെ ജി തൃഷയാണ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ഇന്ത്യയുടെ ജി തൃഷയാണ്. ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇന്ത്യയുടെ ജി തൃഷയാണ്, അല്ലെങ്കിൽ തൃഷ ഗോങ്കഡിയാണ് ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ഇന്ത്യയുടെ വൈഷ്ണവി ശർമ്മയാണ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ഇന്ത്യയുടെ വൈഷ്ണവി ശർമ്മയാണ്. 2025 നടന്ന അണ്ടർ 19 വനിതാ ലോകകപ്പിന്റെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളിയാണ് വയനാട് സ്വദേശിനിയായ VJ ജോഷിത. 2025 ലോകകപ്പ് നേടിയ അണ്ടർ 19 വനിതാ ടീമിൽ ഉൾപ്പെട്ട മലയാളിയാണ് വയനാട് സ്വദേശിനിയായ VJ ജോഷിത. 2025 അണ്ടർ 19 വനിതാ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാമത്തെ കിരീടമാണ് 2025 ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ്. 2025 ICC അണ്ടർ 19 വനിതാ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയായത് മലേഷ്യയാണ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയത് ഇന്ത്യയുടെ തൃഷ ഗോങ്കഡിയാണ്. ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇന്ത്യയുടെ ജി തൃഷ അല്ലെങ്കിൽ തൃഷ ഗോങ്കഡിയാണ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ഇന്ത്യയുടെ വൈഷ്ണവി ശർമ്മയാണ്. 2025 കിരീടം നേടിയ ടീമിൽ ഉൾപ്പെട്ട മലയാളി VJ ജോഷിതയാണ്. VJ ജോഷിത വയനാട് സ്വദേശിനിയാണ്. അടുത്ത ചോദ്യം, 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകളാണ് തമിഴ്നാട്ടിലെ സക്കരക്കോട്ട പക്ഷി സങ്കേതം,
തമിഴ്നാട്ടിലെ തന്നെ തേർത്തങ്കൽ പക്ഷി സങ്കേതം, സിക്കിമിലെ ഖേജെ പാൽരി തണ്ണീർത്തടം, ജാർഖണ്ഡിലെ ഉദ്വാ തടാകം എന്നിവ. 4 പ്രദേശങ്ങളെയാണ് 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 4 പ്രദേശങ്ങളെയാണ് 2025 ലോക തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും സക്കരക്കോട്ട പക്ഷി സങ്കേതം, തേർത്തങ്കൽ പക്ഷി സങ്കേതം എന്നിവയെയും, സിക്കിമിൽ നിന്ന് ഖേജെ പാൽരി തണ്ണീർത്തടത്തെയും ജാർഖണ്ഡിൽ നിന്നും ഉദ്വാ തടാകത്തെയുമാണ് 2025 ഇന്ത്യയിൽ നിന്നും റംസാർ സൈറ്റുകളുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്. ജാർഖണ്ഡിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ തണ്ണീർത്തടമാണ് ഉദ്വാ തടാകം. ജാർഖണ്ഡിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ തണ്ണീർത്തടമാണ് ഉദ്വാ തടാകം. സിക്കിമിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ തണ്ണീർത്തടം ഖേജെ പാൽരി തണ്ണീർത്തടമാണ്. സിക്കിമിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ തണ്ണീർത്തടമാണ് ഖേജെ പാൽരി തണ്ണീർത്തടം എന്ന് പറയുന്നത്. 2025 ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. 2025 ലോക തണ്ണീർത്തട ദിനത്തിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകളുടെ എണ്ണം 4 തമിഴ്നാട്ടിൽ നിന്നും 2 പ്രദേശങ്ങളെയാണ് റംസാർ സൈറ്റുകളായി തിരഞ്ഞെടുത്തത്. സക്കരക്കോട്ട പക്ഷി സങ്കേതം, തേർത്തങ്കൽ പക്ഷി സങ്കേതം എന്നിവയെയും, സിക്കിമിൽ നിന്ന് ഖേജെ പാൽരി തണ്ണീർത്തടത്തെയും ജാർഖണ്ഡിൽ നിന്ന് ഉദ്വാ തടാകത്തെയുമാണ് പുതിയ റംസാർ സൈറ്റുകളായി തിരഞ്ഞെടുത്തത്. ജാർഖണ്ഡിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ തണ്ണീർത്തടമാണ് ഉദ്വാ തടാകം. സിക്കിമിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ തണ്ണീർത്തടമാണ് ഖേജെ പാൽരി തണ്ണീർത്തടം. നിലവിലെ ഫെബ്രുവരി 2025 കണക്കനുസരിച്ച് ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 89 നിലവിലെ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 89 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം തമിഴ്നാടാണ്. 20 റംസാർ സൈറ്റുകളാണ് തമിഴ്നാട് സംസ്ഥാനത്തിലുള്ളത്. നിലവിൽ ഇന്ത്യയിൽ 89 റംസാർ സൈറ്റുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടുമാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരം ആർ പ്രജ്ഞാനന്ദയാണ്. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരമാണ് ആർ പ്രജ്ഞാനന്ദ. റണ്ണറപ്പ് ഡി ഗുഗേഷുമാണ്. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ ജേതാവായ ഇന്ത്യൻ ചെസ് താരമാണ് ആർ പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആർ പ്രജ്ഞാനന്ദ. ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന മത്സരമാണ് ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റ് എന്ന് പറയുന്നത്. ലോക ചെസ്സിലെ വിംബിൾഡൺ എന്നറിയപ്പെടുന്ന മത്സരമാണ് ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റ്. 2025 ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിന് വേദിയായത് നെതർലൻഡിലെ വൈക്ക് ആൻഡ് സീ ആണ്. 2025 ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിന് വേദിയായത് നെതർലൻഡിലെ വൈക്ക് ആൻഡ് സീ ആണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ വനിതാ ട്രൈബൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് ഋതിക ടിർക്കി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യത്തെ വനിതാ ട്രൈബൽ വിഭാഗത്തിൽ നിന്നുമുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് ഋതിക ടിർക്കി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ് ആണ്. വന്ദേ ഭാരതിന്റെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ യാദവ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവുന്ന ട്രൈബൽ വിഭാഗത്തിൽ നിന്നുമുള്ള ആദ്യ വനിതയാണ് ഋതിക ടിർക്കി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആകുന്ന ട്രൈബൽ വിഭാഗത്തിൽ നിന്നുമുള്ള ആദ്യത്തെ വനിതയാണ് ഋതിക ടിർക്കി.
2025 ദേശീയ ഗെയിംസിൽ വനിതകളുടെ വോളിബോളിൽ കേരളം കരസ്ഥമാക്കിയത് സ്വർണ്ണ മെഡലാണ്. 2025 ദേശീയ ഗെയിംസിൽ വനിതകളുടെ വോളിബോൾ വിഭാഗത്തിൽ കേരളം കരസ്ഥമാക്കിയ മെഡൽ സ്വർണ്ണ മെഡലാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ കരസ്ഥമാക്കിയത് അഭിഷേക് ശർമ്മയാണ്. ഇംഗ്ലണ്ടിനെതിരെയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ കരസ്ഥമാക്കിയത് ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയാണ്. ഇംഗ്ലണ്ടിനെതിരെയാണ് അഭിഷേക് ശർമ്മ സ്കോർ കരസ്ഥമാക്കിയത്. ദി സീക്രട്ട് ഓഫ് സീക്രട്സ് എന്ന നോവലിന്റെ രചയിതാവ് ഡാൻ ബ്രൗൺ ആണ്. ദി സീക്രട്ട് ഓഫ് സീക്രട്സ് എന്ന നോവലിന്റെ രചയിതാവ് ഡാൻ ബ്രൗൺ ആണ്. ദി ഡാവിഞ്ചി കോഡ് എന്ന നോവൽ എഴുതിയ ഡാൻ ബ്രൗൺ ആണ് ദി സീക്രട്ട് ഓഫ് സീക്രട്സ് എന്ന നോവലിന്റെ രചയിതാവ്. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 4 2025-27 കാലയളവിൽ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ്. 2025 മുതൽ 27 വരെയുള്ള കാലയളവിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ്. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 4 മുൻപേ പറഞ്ഞിരുന്നു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ മഞ്ജു വാര്യറുമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് സഹായത്തോടെയുള്ള പീഡിയാട്രിക് ഗൈഡ് ട്രെയിനർ നിർമ്മിച്ചത് ജെൻ റോബോട്ടിക്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് സഹായത്തോടുകൂടിയുള്ള പീഡിയാട്രിക് ഗൈഡ് ട്രെയിനർ നിർമ്മിച്ചത് ജെൻ റോബോട്ടിക്സ് ആണ്. സെറിബ്രൽ പാൾസി ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ വ്യായാമത്തിന് സഹായിക്കുന്നതാണ് റോബോട്ടിക് ഗൈഡ് ട്രെയിനർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് സഹായത്തോടുകൂടിയുള്ള പീഡിയാട്രിക് ഗൈഡ് ട്രെയിനർ നിർമ്മിച്ചത് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെൻ റോബോട്ടിക്സ് ആണ്. 2025 ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ജോർജിയയാണ്. 2025 ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ജോർജിയ. ഓങ്കോസെർസിയാസിസ് എന്ന പകർച്ചവ്യാധി മുക്തമായി പ്രഖ്യാപിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം നൈജർ ആണ്. ഓങ്കോസെർസിയാസിസ് എന്ന പകർച്ചവ്യാധി മുക്തമായി പ്രഖ്യാപിച്ച ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യം നൈജർ ആണ്. റിവർ ബ്ലൈൻഡ്നസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഓങ്കോസെർസിയാസിസ് എന്ന് പറയുന്നത്. ലോകത്തിൽ ട്രോക്കോമയ്ക്ക് ശേഷം അന്ധതയ്ക്ക് കാരണമാകുന്ന രണ്ടാമത്തെ രോഗമാണ് ഓങ്കോസെർസിയാസിസ്. ലോകത്തിൽ ട്രക്കോമയ്ക്ക് ശേഷം അന്ധതയ്ക്ക് കാരണമാകുന്ന രണ്ടാമത്തെ രോഗമാണ് ഓങ്കോസെർസിയാസിസ് എന്ന് പറയുന്നത്. ഓങ്കോസെർസിയാസിസ് രോഗമുക്തി കൈവരിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ രാജ്യമാണ് നൈജർ എന്ന് പറയുന്നത്. ആരുടെ ആത്മകഥയാണ് രവിയുഗം? ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയാണ് രവിയുഗം. ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയാണ് രവിയുഗം. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീരിലാണ്. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത് ജമ്മു കാശ്മീർ. രാജ്യാന്തര വ്യാപാരത്തിനുള്ള ട്രേഡ് ഡോക്യുമെന്റേഷനും സാമ്പത്തിക സേവനങ്ങൾക്കുമായി ആരംഭിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഭാരത് ട്രേഡ് നെറ്റ് അഥവാ BTN. രാജ്യാന്തര വ്യാപാരത്തിനുള്ള ട്രേഡ് ഡോക്യുമെന്റേഷനും സാമ്പത്തിക സേവനങ്ങൾക്കുമായി ആരംഭിക്കുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഭാരത് ട്രേഡ് നെറ്റ്.